അതാണ്. എന്നാലും പൂജമോളുടെ കഴിവ് ഞാൻ സമ്മതിച്ചു. എങ്ങും പോയി പഠിക്കാതെ ഇങ്ങനെ വരയ്ക്കണമെങ്കിലേ പഠിച്ചാലുള്ള സ്ഥിതി എന്തുവാ? ദത്തനൊന്നും പറഞ്ഞില്ലേ ഒരു വർമ്മയുടെ കാര്യം? അവിടെ തന്നെ വിട്ട് നമുക്ക് മോളെ പഠിപ്പിക്കാം. എന്റെ അമ്മോ, ഇവളുടെ ഈ പിണങ്ങിപ്പോക്ക് കാണാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞത്. എന്താ ദത്ത തന്റെ ഭാര്യ നന്നാവാത്ത? അത് നമുക്ക് ക്ലാരമേടത്തോട് പറയാം, നല്ല മട്ടൺ സൂപ്പ് ഡെയിലി ഉണ്ടാക്കി കൊടുക്കാൻ. അങ്ങനെ നന്നാവട്ടെ. ഏതായാലും ഈ പടം എന്റെ കയ്യിലിരിക്കട്ടെ. ഇടയ്ക്ക് ചുമ്മാ ഒരു കുടുംബകലകം ഉണ്ടാക്കാലോ. ഏത്? എനിവേ കൺഗ്രാറ്റുലേഷൻസ് പൂജ. താങ്ക് യു. മിടുക്കി എന്റെ കുട്ടി. ഞാൻ ഇറങ്ങാണേ. ഒരു മിനിറ്റ്, ഈ ചായ കൂടി കുടിച്ചിട്ട് പോയാ മതി. ഗോമതിച്ചി എവിടെ? ചേച്ചി മുത്തശ്ശിയുടെ കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. അതെ, ടിഫിൻ മുഴുവൻ കഴിക്കണം കേട്ടോ. ഞാൻ സ്പെഷ്യലായിട്ടൊരു സാധനം കൂടെ വെച്ചിട്ടുണ്ട്. നീ ടിഫിൻ എടുത്തോ? എടുത്തു ചേച്ചി. നിനക്ക് അടുത്ത ആഴ്ച എക്സാം ഒന്നല്ലേ പറഞ്ഞു? അതെ അളിയ, 16-ാം തീയതി. നന്നായിട്ട് പഠിക്കണോടാ. പിന്നെ പ്രണയിക്കാനും ആഘോഷിക്കാനൊക്കെ ഇനിയും സമയമുണ്ട്. ഒടുക്ക ആ സമയം വരുമ്പോ ചവിട്ടി നിൽക്കാൻ ഒരു ഗംഭീര സ്പേസ് ഇല്ലാതെ പോകരുത്. അറിയാളിയ, ഐ ഡു മൈ ബെസ്റ്റ്. ബെസ്റ്റ് ഓഫ് ലക്ക്. നല്ല നേരത്താണല്ലോ ഞങ്ങൾ വന്നത്. പ്രസാദം തൊട്ടോ. ഇതെന്താ മുത്തശ്ശി, എന്തെങ്കിലും വിശേഷമുണ്ടോ? ഉണ്ടല്ലോ. വരുന്ന വഴിക്കേ ഞാൻ കുഞ്ചമണ്ണി ഇല്ലത്തൊന്ന് കയറി.